വെള്ളിയാഴ്ച വെള്ളിയാഴ്ചത്തെ കഥ വ്യത്യാസമുണ്ട് കേട്ടോ സാറേ. വെള്ളിയാഴ്ചത്തെ കഥ ഞാൻ പറയാം. എന്തുകൊണ്ടാ ടീച്ചറെ ഒരു കാര്യം പറഞ്ഞില്ല. കേരളത്തിൽ പണ്ട് തൊട്ടുള്ള ഒരു പരിപാടി ചെയ്യാം. വെള്ളിയാഴ്ച ദിവസം ഉച്ചക്കത്തെ ഇന്റർവെല് സ്കൂളുകളിൽ ഇച്ചിരി കൂടുതലാ. എന്തിനു വേണ്ടിട്ടാ? വേറെ ഒരു മതവിഭാഗത്തിനും ഇല്ലത്. അല്ല, വെള്ളിയാഴ്ച ജുമാ എന്നുള്ളൊരു ഇസ്ലാമിൽ അങ്ങനെ ഒരു ഇല്ല. അതുകൊണ്ട് മാത്രമാണ് അതിപ്പോ നിങ്ങളെ ഹിന്ദു മതത്തിനകത്ത് ഹിന്ദു മത വിശ്വാസപ്രകാരം ഓണത്തിന് 10 ദിവസം സ്കൂള് എന്താ പൂട്ടിക്കണത് എന്തിനാ? അത് ഹിന്ദു മത വിശ്വാസപ്രകാരം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും സത്യം പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സ് ആണ്. അന്നത്തെ ദിവസം ആളുകള് അമ്പലത്തിൽ പോകുന്നവരും ഒക്കെ ഉണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നവരും ഒക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? ബണ്ണിക്ക് കാര്യം മനസ്സിലായ? ബണ്ണി മരിച്ചു. ബണ്ണി അല്ല, അതിന് മറുപടി പറ. എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ആനുകൂല്യം കൊടുക്കുന്നില്ല? മുസ്ലിം മതവിഭാഗത്തിന് മാത്രം ആനുകൂല്യം കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ പള്ളി പോകുന്നവരങ്ങ് പള്ളി പോയാൽ പോരെ? ബാക്കിയുള്ളവർ ആ സമയത്തിരുന്ന് പഠിച്ചോണ്ടല്ലോ. അതിന് പഠിച്ചോണ്ട് ആരും പഠിക്കണ്ടെന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് പഠിക്കാനോ? ക്ലാസ് പിന്നെ തുടങ്ങൂല. ഉച്ചയ്ക്ക് ശേഷം ലീവ് ഒന്നല്ലല്ലോ. ഉച്ചയ്ക്ക് ശേഷം ജുമാന് നേരെ സമയം കഴിഞ്ഞ ടീച്ചർമാരെ ഒക്കെ പോയി എന്താ പ്രശ്നം? അതിപ്പോ നിങ്ങളെ വർഗീയത ഉണ്ടാക്കണത് അല്ലെ, ഞങ്ങളല്ല. എന്റെ ബണ്ണി ചോദ്യം അതല്ല. തിങ്കൾ മുതൽ വ്യാഴാഴ്ച വരെയുള്ള സമയത്തിന് ആനുപാതികമായിട്ട് അവിടെ വെള്ളിയാഴ്ച സ്കൂൾ നടക്കട്ടെ. അപ്പോ പള്ളി പോകുന്നവർ പള്ളിയിൽ പോയിട്ട് അവരുടെ മതപരമായ കാര്യങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ബാക്കിയുള്ള സമയത്തിരുന്ന് പഠിക്കട്ടെ. ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടില്ലാതെ പഠിച്ചോളുമല്ലോ. അപ്പൊ സ്വയം മതത്തിന് വേണ്ടി സ്വയം ബുദ്ധിമുട്ടാൻ തയ്യാറുള്ളവർ മാത്രം ബുദ്ധിമുട്ടി പോട്ടെ. എന്ത് പറയുന്നു അതിനെ കുറിച്ച്? സഹോദര, അതിന് പോയിക്കോട്ടെ, അതിന് പഠിച്ചോട്ടെ. അതിനിപ്പോ ഫ്രീ ടൈം അല്ലേ, അതിലിരുന്ന് പഠിക്കാലോ. ടീച്ചേഴ്സ് വേണ്ടേ? ബണ്ണി അപ്പോ പിന്നെ ബണ്ണി അപ്പോ ഒരു കാര്യം പറയണം. ബണ്ണി അപ്പൊ പുതിയൊരു സോഷ്യൽ മീഡിയ മൂവ്മെന്റ് മുന്നോട്ട് വെക്കണം. കേരളത്തിലെ മതസൗഹാർദ്ദപരമായ ഹാർമോണിയം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് കൂടുതൽ സമയം അനുവദിക്കുന്നത് മറ്റു ദിവസങ്ങളിലേതുപോലെ തന്നെ നിജപ്പെടുത്തണം എന്നും പറഞ്ഞൊരു ഒരു ഹാർമോണിയം നിലനിർത്താനായിട്ട് പുതിയൊരു ഹാർമോണിയം മുന്നോട്ട് വെക്കും. ബണ്ണി എന്ത് പറയുന്നു? ബണ്ണി അതിനെ കുറിച്ച് അതെങ്ങനെ പറ്റുക? ഒരു ദിവസത്തിന് വേണ്ടി ബാക്കി 5 ഡേയ്സ് അതേ ടൈം നിരക്കണം എന്നാ പറയണത്. അതെങ്ങനെ നടപടിയാവാം? അങ്ങനെയല്ല. ഒരു ദിവസത്തിന് വേണ്ടി മറ്റു ദിവസങ്ങളുടെ സമയം മാറ്റാനല്ല പറയുന്നത്. മറ്റു ദിവസങ്ങളിലെ പോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തെ സമയം കുറയ്ക്കാനാണ് പറയുന്നത്. ഉച്ചക്കത്തെ സമയം അതെങ്ങനെ കുറക്കുക? അതൊരു ജുമ അല്ല. ഞങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ആ കുത്തുബന്റെ ടൈം മാത്രമാണ് അതിലധികം വരുന്നത്. അത് കാരണമാണ് ഈ ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും ജുമ അല്ല, വെള്ളിയാഴ്ച മാത്രമുള്ള ജുമ. ഇപ്പൊ നിങ്ങളെ മതത്തില് കുറെ വിശ്വാസങ്ങൾ ഉണ്ടാവും, അതേപോലെ ഞങ്ങളെ മതത്തിലും ഉണ്ടാവും, ശരിയല്ലേ? അപ്പോ ഈ വെള്ളിയാഴ്ച ജുമാക്ക് പോയ എല്ലാ ആളുകളും തുറന്നു പോകാത്ത പോലെ വെള്ളിയാഴ്ച ഇസ്ലാമിലുള്ള അധികം ഭൂരിപക്ഷം ആൾക്കാർ ജുമാക്ക് പോകും. അതന്ന് ഇസ്ലാമില് അതൊരു വലിയ ഒരു ഇതാണ്, വലിയ പുണ്യം കിട്ടുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് മാത്രമാണ് എല്ലാവരും ആ ദിവസം കുറച്ച് കൂടുതൽ ലഭിക്കണത്. അതിന് പ്രതിഫലമുണ്ട്. അത് മാത്രമാണ്. അത് എഴുതിയിട്ട് ഇപ്പൊ എല്ലാ ദിവസവും പോലെ വെള്ളിയാഴ്ച ആക്കാൻ പറ്റാന്ന് അത് നടക്കണ കാര്യമല്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങള് ആ പുണ്യം എന്ന് പറയുന്നത് പ്രതിഫലം കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ത്യജിക്കണമല്ലോ. പക്ഷെ നിങ്ങൾക്ക് പുണ്യം കിട്ടാൻ വേണ്ടി മറ്റുള്ള മതവിഭാഗത്തിലുള്ള കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു ദിവസങ്ങളിലെ പോലെ തന്നെ സമയം നിജപ്പെടുത്തുക. നിങ്ങൾ ബുദ്ധിമുട്ടി, നിങ്ങൾ നഷ്ടങ്ങൾ സഹിച്ച് നിങ്ങൾ അതിന്റെ ഫലം നേടിയെടുത്തോളൂ. ആ ഫലം മറ്റുള്ളവർക്ക് വേണ്ട എന്നേ പറയുന്നുള്ളൂ. അപ്പൊ ഈ ടീച്ചേഴ്സ് ഒക്കെ എന്താ ചെയ്യാം? ടീച്ചേഴ്സും പൊയ്ക്കോട്ടെ, അവർക്ക് പഠിപ്പിക്കാൻ ആ സമയത്ത് താല്പര്യമില്ലാത്തവര് പോയിക്കോട്ടെ. അല്ല, അപ്പൊ ഫ്രൈഡേക്ക് മാത്രമായിട്ട് വേറെ ടീച്ചേഴ്സിനെ പുറത്തുനിന്ന് കൊണ്ടിരുന്ന് പഠിപ്പിക്കുക. ആ ടൈം ആ 15 മിനിറ്റ് 20 മിനിറ്റ് കേസും പറഞ്ഞിട്ട് ഈ രാജ്യം എങ്ങനെ വർഗീയത ഉണ്ടാക്കി പിന്നെ അതിൽ കാര്യമില്ല. പിന്നെ ഈ രാജ്യം രാജ്യത്തല്ല അങ്ങനെ തന്നെ പോവുള്ളൂ. മനസ്സിലായോ? മിനിറ്റിന്റെ കേസും പറഞ്ഞ് ബെന്നെ ഇപ്പം വർഗീയത ഉണ്ടാക്കുന്നേ. വെട്ടിയാർ ബണ്ണി വരമ്പിൽ കളിക്കുകയാണ്.
ഈ മതതീവ്രവാദം ഈ രാജ്യത്തെ എത്രമാത്രം വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു എന്നതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കറിയില്ല. ഇവർക്ക് വാക്സിൻ എടുക്കാൻ ഇവർക്ക് പറ്റില്ല. ഒരു സ്കൂളിൽ, ഒരു കോളേജിൽ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരു രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണം. ഞമ്മക്ക് കറാമ് വിവാഹപ്രായം കൂട്ടിയാൽ അതെ ഞമ്മക്ക് പറ്റില്ല. ഞമ്മക്ക് ഇസ്ലാം മത നിയമപ്രകാരം വരമ്പിൽ ഓടിക്കളിക്കുന്ന 6 വയസ്സുകാരിയോടാണ് പ്രിയം. സ്കൂൾ യൂണിഫോം ഏകീകരിച്ചാൽ അയ്യോ ഞമ്മക്ക് പറ്റില്ല. ഏക സിവിൽ കോഡ് വന്നാൽ ഞമ്മക്ക് പറ്റില്ല. NRC, NRP, CAA പ്രശ്നം വന്നാൽ ഞമ്മക്കത് പറ്റില്ല. തുല്യ പിന്നോക്ക സംവരണം വന്നാൽ ഞമ്മക്ക് പറ്റില്ല. സാമ്പത്തിക സംവരണം വന്നാൽ ഞമ്മക്ക് മതസംവരണം മതി. ഹലാൽ അല്ലാത്തത് ഞമ്മക്ക് കഴിക്കാൻ പറ്റില്ല. ജിഹാദ് അല്ലാത്തതെല്ലാം ഞമ്മക്ക് പ്രശ്നമാണ്. കറുത്ത പർദ്ദ തന്നെ വേണം, അതല്ലെങ്കിൽ ഞമ്മക്ക് പ്രശ്നമാണ്. പാട്ട് പാടില്ല, സിനിമ പാടില്ല, പിന്നെ ആട്ടം പാടില്ല, സോഷ്യൽ മീഡിയ പാടില്ല, സൂംബ ഡാൻസ് പാടില്ല. മറ്റു മതക്കാരുടെ പ്രശ്നം നമുക്ക് പ്രശ്നമാണ്. അവരുടെ ആഘോഷം നമുക്ക് പ്രശ്നമാണ്. മറ്റു മതക്കാരുടെ എന്തെങ്കിലും രൂപത്തിലുള്ള ആചാരങ്ങൾ നടന്നാൽ നമുക്ക് പ്രശ്നമാണ്. അപ്പോഴൊക്കെ നമ്മൾ ഇരവാദം പറഞ്ഞു മുന്നോട്ട് വരും. വെള്ളിയാഴ്ച ദിവസത്തെ അവധി, ഞങ്ങൾക്ക് അവധി വേണം, ആ ദിവസം തെരഞ്ഞെടുപ്പ് പറ്റില്ല, ഞമ്മക്ക് മാത്രം പുണ്യം വേണം. അതിന് ബണ്ണി, ഇത് മതത്തിന്റെ പേരിൽ ഒരിക്കൽ ഭിന്നിച്ച രാജ്യമാ, ഒരിക്കൽ മുറിച്ച രാജ്യമാ. നമുക്ക് മതത്തിന്റെ പേരിൽ എല്ലാ ആനുകൂല്യങ്ങളും വേണം, എല്ലാ ആഘോഷങ്ങളും വേണം. ബാക്കിയുള്ള ഭാഗം മത ഇതര രാജ്യമായി നിലനിന്നു. അത് ഇന്ദിരാഗാന്ധിയുടെ തലതിരിഞ്ഞ ഒരു രീതി കാരണം ഇത് സെക്യുലർ എന്ന പദം ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ കയറിക്കൂടി. മതത്തിൽ നിന്നും വിഭിന്നമായ ഒരു ഇതരത്വം സൂക്ഷിക്കുന്ന ഈ രാജ്യത്ത് ഭൂരിപക്ഷം ആരാണുള്ളത്? ഇസ്ലാം മതവിശ്വാസികളല്ല, ഹിന്ദുക്കളാ. ആ രാജ്യത്ത് മുസ്ലിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ചിട്ട് അവർക്ക് പുണ്യമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ വിശേഷ ദിവസങ്ങളില് അവരുടെ ആരാധനകൾക്ക്, അവരുടെ ആചാരങ്ങൾക്ക്, അവരുടെ വിശ്വാസങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകണം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൽ വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഒരു വളരെ സന്തോഷത്തോടുകൂടി സൗഹാർദ്ദപരമായി കൊടുത്തും കൊണ്ടും സഹിഷ്ണുതയോടുകൂടി ജീവിക്കുന്ന ഒരു രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആരാ? നിങ്ങളെ പോലെയുള്ള കാളകൂട വിഷങ്ങളാണ്. കാരണം നമുക്ക് മാത്രം എന്തോ ഒരു പ്രത്യേകത, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ആചാരങ്ങൾ വന്നാൽ ഇതുപോലെ അവർക്കും അവധി കൊടുക്കാൻ പറയോ? അവർക്കും ആചാരം കൊടുക്കുമോ? ഈ ഓണം അവധിയും ക്രിസ്മസ് അവധിയും ഒക്കെ എന്ന് വന്നതാണെന്നെങ്കിലും ഒന്ന് പഠിച്ചിട്ട് വാ കുട്ടി. ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ നിയമങ്ങളാ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കൂ കുട്ടി. മാറ്റാൻ പറയും, അത് മാറ്റാൻ പറയും, ആ നിയമങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ പറയും. ബ്രിട്ടീഷുകാർ അല്ല, ഒരു സെക്കൻഡ് ബണ്ണി. ഒരു രാജ്യത്ത് ഒരു നിയമം ഉണ്ടാക്കുന്നതും മാറ്റുന്നതും ഒക്കെ എങ്ങനെയാണ് എന്നതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഒന്ന് പഠിച്ചിട്ട് വാ കുട്ടി. കുട്ടി, താങ്കളൊക്കെ വരമ്പിൽ നടന്നുകൊണ്ടിരിക്കുവാണ്. താങ്കൾക്കൊന്നും ഈ രാജ്യത്തിന്റെ നിയമം എങ്ങനെയാണ് മാറ്റുന്നത്, ഭരണഘടന എങ്ങനെയാണ് പരിഷ്കരിക്കുന്നത്, ഇതൊന്നും താങ്കൾക്ക് യാതൊരു നിശ്ചയവുമില്ല. ഒരു നിയമം എങ്ങനെയാണ് പ്രാബല്യത്തിൽ വരുന്നത്, ആരാണ് ഈ നിയമം ഉണ്ടാക്കുന്നത്, ആരാണ് വ്യാഖ്യാനിക്കുന്നത്, ആരാണ് ഈ നിയമം രാജ്യത്ത് സാധൂകരിച്ചു കൊണ്ടുവരുന്നത്, അതിനൊക്കെ ഈ ജനാധിപത്യ രാജ്യത്തെ ചില പ്രൊസീജിയേഴ്സ് ഉണ്ട് കുട്ടി. മദ്രസയിലെ പോലെ വഖഫ് ബോർഡോ അതല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയോ നടപ്പിലാക്കുന്ന നിയമങ്ങളല്ല. ഈ രാജ്യത്ത് അത്തരം നിയമങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ട് വാ കുട്ടി. എന്നോട് നിയമം ടീച്ചറെ, അപ്പൊ നമുക്ക് ബെന്നിയോട്ട് കാര്യം പറയാം. എന്തായാലും ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നടപ്പിലാക്കിയ നിയമങ്ങൾ എന്തായാലും നമ്മൾ എടുത്തു കളയാൻ വേണ്ടി പോവാണ് ബന്നി പറയുന്ന അനുസരിച്ച്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1880-കളിൽ നടപ്പാക്കിയതാണ് നമ്മുടെ വഖഫ് ബോർഡ് എന്ന് പറയുന്ന സാധനം, അന്ന് കൊണ്ടുവന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യം അതങ്ങ് എടുത്ത് കളഞ്ഞാലോ? ടീച്ചർ എന്താ അഭിപ്രായം? സാധനമാണല്ലോ. നിങ്ങൾ പറയുന്നതിലൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട്, ഇല്ലാന്ന് പറയണില്ല. ഞങ്ങളെ മതത്തിൽ കുറെ ആൾക്കാരുണ്ട് ഇങ്ങനെ ആവശ്യമില്ലാത്തത് പറയുന്ന. ഞാനിപ്പോ വരാൻ കേട്ടോ, നിങ്ങൾ ചർച്ച തുടർന്നോ. എല്ലാ ദിവസം പോലെ എന്താ ബണ്ണിയോടല്ല ചോദ്യം, ഞാൻ ടീച്ചറോടെ ചോദിച്ചത്. അതെ, ഞാനിപ്പോ വരാം. എനിക്കൊരു 10 മിനിറ്റ് എനിക്കൊരു തിരക്കുണ്ട്. നിങ്ങൾ ചർച്ച ചെയ്തോ, ഞാൻ എന്തായിരുന്നാലും തിരിച്ചു വന്നിട്ട് ഈ ചർച്ചയിൽ കൂടിക്കൊള്ളാം. നല്ല ചർച്ചയാണ്, അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ബണ്ണിക്ക് ഉത്തരം കൊടുത്തിട്ടേ വെട്ടിയാര് വിടാവൂ. ബണ്ണി നമുക്ക് അപ്പൊ ബണ്ണിയോട് ചോദിക്കാം ചോദ്യം. അതായത് നമുക്ക് ഈ വഖഫ് ബോർഡ് നിയമം എന്ന് പറയുന്നത് ശരിക്കും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന 1880-കളിൽ കൊണ്ടുവന്ന നിയമമാണ്. നമുക്ക് രാജ്യം ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ വഖഫ് ബോർഡിന് പിരിച്ചുവിടാം. ഇന്ത്യൻ വഖഫ് ബോർഡ് അല്ല, പേടിച്ചു പോകില്ല. 5 മിനിറ്റ് പറഞ്ഞാൽ 5 മിനിറ്റ് ശേഷം വരും. അല്ല, നമുക്ക് മറ്റേ മഹബൂബ് പോയമാര് പോയി കഴിഞ്ഞാൽ വരാതിരിക്കുന്നില്ല. പറഞ്ഞ മാതിരിയാണ്, മനസ്സിലായോ?
ടീച്ചർ പോയപ്പോ ഈ ദേഷ്യപ്പെടാതെ ചിരിയൊന്നും മനുഷ്യ ഉണ്ടായിരുന്നില്ലല്ലോ. ടീച്ചർ പോയപ്പോ ഈ ചിരിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ മൈക്ക് മ്യൂട്ടാക്കിയിരുന്നോളാം. ദേഷ്യപ്പെടാതെ മനുഷ്യ ദേഷ്യപ്പെടാതെ ദേഷ്യപ്പെടല്ലേ? ഒന്ന് ഉറക്കെ ഒരു സംസാരിക്കാൻ. ഞാൻ മനുഷ്യൻ വണ്ടി ചിരിക്കുന്നത് ഓടിക്കാണ്, ഉറക്കെ ഒരു മനുഷ്യൻ സംസാരിക്കാണ്, ഉറക്കെ അല്ല സംസാരിക്കാൻ. സമ്മതിക്ക് കേൾക്കുന്നുണ്ടോ? ഒരു മനുഷ്യൻ ചിരിക്കുന്നു എന്ന് പറയുന്നത് അയാൾക്ക് സന്തോഷം വരുമ്പോഴാവും. മറ്റൊരു മനുഷ്യൻ സന്തോഷിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ നിങ്ങളുടെ മതത്തിൽ? ഒരു മനുഷ്യൻ ചിരിക്കുന്നത് സന്തോഷം വരുമ്പോ മാത്രമാണ്. ഒരാളെ കളിയാക്കി ചിരിച്ചൂടെ? കളിയാക്കുമ്പോഴും അയാൾക്ക് ഒരു സന്തോഷം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കണം. എന്നാ ഞാനും അങ്ങനെ വിചാരിച്ചോളാം. നിങ്ങളെ അങ്ങനെയല്ല നിങ്ങളുടെ മതം പഠിപ്പിക്കുന്നത്. പിന്നെ ആരാ പറഞ്ഞു നമ്മളെ മതം അങ്ങനെ പഠിപ്പിക്കണേന്ന്? നിങ്ങളുടെ മതം പിന്നെ എങ്ങനെയാ പഠിപ്പിച്ചേക്കുന്നത്? എന്നാ അതൊന്ന് പറ കേക്കട്ടെ. എനിക്കെന്റെ മതത്തിനെ കുറിച്ചിട്ട് 100% അറിയൊന്നുമില്ല. പക്ഷെ ഞാൻ ഇന്റേതായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് മാത്രമേ ഞാൻ പറയുള്ളൂ. അല്ലാതെ ആവശ്യമില്ലാത്ത ഞാൻ ചോദിച്ച ഇത്രേ ഉള്ളൂ. നിങ്ങൾ ചൂടാവാതെ സമാധാനിക്ക്. മറ്റെന്തോ ഒരു സാധനം ഉണ്ടല്ലോ, ഏതാണ്ട് ഒരു ഈമാൻ എന്ന് പറഞ്ഞിട്ട്. ആ സാധനം പറ. നിങ്ങൾ ഒരു 10 വട്ടം പറ. ഒരു മിനിറ്റ്. നിങ്ങൾ ദേഷ്യപ്പെടാതെ. ഞാൻ നിങ്ങളെ ചീത്തയൊന്നും വിളിച്ചിട്ടില്ല. ഞാൻ നിങ്ങളുടെ വളരെ മാന്യമായിട്ടല്ലേ ബ്രൂച്ചി ഇവിടെ ഉണ്ടെങ്കിലും ബ്രൂച്ചി ഇവിടെ ഇല്ല. ഡാനി ഇവിടെ ഉണ്ടെങ്കിലും ഡാനി ഇവിടെ ഇല്ല. ഹരി, ഞാൻ പറഞ്ഞതിൽ അതൊരു തിരുത്തുണ്ട് കേട്ടോ. അതായത് വഖഫ് ബോർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവത്തിന്റെ ആവശ്യമുണ്ടെന്ന് ഉള്ളത് ഐഡന്റിഫൈ ചെയ്ത ബ്രിട്ടീഷുകാരാണ്. 1913 ഐഡന്റിഫൈ ചെയ്തത്. മുസൽമാൻ വഖഫ് ആക്ട് കൊണ്ടുവന്ന 1923 അത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമല്ല, അത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബ്രിട്ടീഷുകാരെടുത്ത് ഉണ്ടാക്കിയ സാധനം ആദ്യം കളയുമ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് തന്നെ ആ സാധനം എടുത്തും കളയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഓരോന്നാണ് അന്നേരം നമ്മളൊരു കാര്യം ചെയ്യണം. വഖഫ് ബോർഡ് നമ്മൾ എടുത്ത് കളയുന്നുണ്ട്. അത് ഈ വഖഫ് ബോർഡ് ആക്ട് വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നോ കാര്യങ്ങൾ അതേപോലെ നമ്മൾ റീസ്റ്റോർ ചെയ്യാൻ വേണം. അതായത് ഇത് ശരി എന്തെങ്കിലും നമ്മൾ നീതിപൂർവമായ തിരിച്ചു കൊടുക്കണം. അതെ, അതാണ് ഒരു ശരി. അപ്പൊ അങ്ങനെ വരുന്ന അതല്ല അതിന്റെ ഒരു ശരിയാണ്, ഞാൻ യോജിക്കുന്നു. അതാണ് വാട്ട് ഈസ്. അല്ല, എനിക്കൊരു കാര്യം പറയാൻ പറ്റും ഇവിടെ. വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. വളരെ പ്രസക്തമായ ചർച്ച നടക്കുമ്പോൾ നിങ്ങൾ മറ്റു വിഷയങ്ങളിലേക്ക് പോകരുത്. ഞാൻ ജാമിദ ടീച്ചറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ ഈ വിഷയത്തിൽ ഞാൻ ജാമിദ ടീച്ചറെ സപ്പോർട്ട് ചെയ്യാണ്. കാരണം ആയിരക്കണക്കിന് ആളുകളാണ് നോമ്പ് കാലത്ത് മലപ്പുറം ജില്ലയിൽ ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകുന്നത്. അപ്പൊ അതിന് നമ്മൾ ഒന്നിച്ച് മുന്നേറി തന്നെ വേണം. ജാമിദ ടീച്ചർ ഉള്ള ആളുകൾ മുന്നോട്ട് വരണം. മനസ്സിലായോ? എത്രയോ ഹോട്ടലുകൾ നിർബന്ധപൂർവ്വം അടച്ചു പൂട്ടി ഭക്ഷണം കിട്ടാതെ എത്ര പേര് മരണപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അതിന് ഇവരെപ്പോലുള്ള ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഞാൻ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യാണ്. ആയിരക്കണക്കിന് ആൾക്കാർ എവിടെയാണ് മരിച്ചിട്ടുള്ളത് സഹോദര? അണ്ട് ബഡായി അങ്ങോട്ട് കൂടി തന്നെയല്ലേ? എന്റെ പൊന്ന് ബണ്ണി, ഞാനല്ല മറുപടി കൊടുക്കുന്നത്, ഞാനാണ് മറുപടി കൊടുക്കുന്നത്. ഞാൻ മലപ്പുറം ജില്ലയിലുള്ള ഒരാളാണ്. എന്റെ സഹോദരന് 2 ഹോട്ടലുണ്ട്. അവൻ നോമ്പ് കാലത്ത് 1 മാസം മുന്നേ പൂട്ടിയിടും. അതായത് നോമ്പിന്റെ തലേന്ന് പൂട്ടിയിട്ടാൽ പിറ്റത്തെ നോമ്പിന്റെ പെരുന്നാളും കഴിഞ്ഞിട്ട് അവൻ തുറക്കുള്ളൂ. ഞാൻ അവനോട് പറഞ്ഞു, ഈ പാപം നീ ചെയ്യല്ല മകനെ, ഈ പാപം നീ ചെയ്യരുത്. മാത്രല്ല 2-3 ഹോട്ടൽ അവൻ അടപ്പിച്ചു എന്നും കൂടി കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, ഈ പാവം നീ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് കേട്ടിരിക്കുമ്പോഴേ ആളുകൾക്ക് ഒരു സമാധാനം കിട്ടിക്കോട്ടെ. ഈ വിഷയത്തിൽ പറയണ്ട. ഇതില് നമ്മൾ നിയമ നടപടി സ്വീകരിക്കാൻ പോവാണ്. കാരണം ആളുകൾ മരിച്ചു പോകാൻ പാടില്ലല്ലോ. ഹോട്ടലുകളൊക്കെ അടഞ്ഞു കിടക്കല്ലേ, ഭക്ഷണം കിട്ടാതെ. മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷ ഈ വിഷയത്തിലാണ് ഇവിടെ ചർച്ച നടന്നിരുന്നത്. പിന്നെ ഹലാലിന്റെ വിഷയത്തിൽ ചർച്ച നടന്നിരുന്നു. ഹലാലിന്റെ വിഷയം ഹലാലുമായി പണം സമ്പാദിച്ച് ഇടയെ ഒന്നും ഉണ്ടായിടെ. ഹലാലിന്റെ വിഷയത്തിൽ പണം സമ്പാദിച്ച് അത് തീവ്രവാദ പ്രവർത്തനത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ ഒമാനിനെ കൊടുക്കുന്ന ഹലാൽ ഭക്ഷണമാണ്. നിർത്തിക്കണം നമുക്ക്. ജാമ്യത പോയോ? ഞാൻ ജാമ്യത പോകുമെന്ന് വിചാരിച്ചില്ല. പെട്ടെന്ന് പോയോ? ഒരു മിനിറ്റ്, ഞാൻ അവര് ഇപ്പൊ ജോലിയിലായിരുന്നു. ജാമ്യത വരട്ടെ, നമുക്ക് വിഷയം ചർച്ച ചെയ്യണം. ടീച്ചറും പറഞ്ഞായിരുന്നു വ്യക്തമായ കാര്യങ്ങൾ. ടീച്ചർ പറഞ്ഞു ഇച്ചിരി തിരക്കിലാണ്, ഒരു 10 മിനിറ്റ് ഒന്ന് റൂം മുന്നോട്ട് കൊണ്ടുപോകാനാ പറഞ്ഞു. ടീച്ചർ വരും.
നിങ്ങൾ അപ്പൊ വെയിറ്റ് ഹമീദിന്റെ അടുത്ത് ചോദിക്കാം. ഹമീദ്, ഈ ഹലാൽ എന്ന് പറഞ്ഞ എന്താ സംഭവം ഒന്ന് പറഞ്ഞു. കാരണം ഉണ്ടയും പൊരിയും കൂടി കൂട്ടിപ്പൊരിച്ചത് ഹലാലാവും. ഉണ്ടയും പൊരിയും കൂടി കൂട്ടിപ്പൊരിച്ചാൽ അത് ഹലാലാവും. ഉണ്ടയും പൊരിയൊക്കെ നമുക്ക് പിന്നെ നിന്റെ ഉണ്ടയും പൊരിയൊക്കെ നമുക്ക് പിന്നെ പൊരിക്കാം. നീ ആണെങ്കിൽ ഹലാൽ എന്ന് പറഞ്ഞിട്ടോ എന്ന് ഞാൻ പറഞ്ഞത്. ഉണ്ടപ്പൊരി ഇല്ലേ, ഉണ്ടപ്പൊരി, അത് അരിയാവുമ്പോൾ ഉണ്ടപ്പൊരി ആവും. ഹലാൽ എന്ന് പറഞ്ഞ ഒരു അറബി മീനിങ് ആണ് സഹോദരൻ, അറബി മീനിങ്. അതൊന്നല്ല, ഉണ്ടപ്പൊരി എന്നാണ് അതിന്റെ അർത്ഥം. നീ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കലത്. അല്ല, അത് ആരുടെ ഉണ്ടപ്പൊരിയാ? പിന്നെ നമ്മുടെ മുഹമ്മദിന്റെ ഉണ്ടപ്പൊരിയാണോ? ഹമീദ്, മുഹമ്മദിന്റെ ഉണ്ടപ്പൊരിയാണോ? മുഹമ്മദിന്റെ ഉണ്ടപ്പൊരിയാണ്. ഓക്കെ, അറിഞ്ഞ സന്തോഷം. സന്തോഷായില്ല, ഹാപ്പിയായില്ല. അതായത് സൗദി സൂണൻ മുഹമ്മദ്. ഈ നാട് വേൾഡ് കപ്പ് കളിക്കാത്തത് എന്താ പറയുക? ഇങ്ങനത്തെ ഓരോ വർഗീയത ഉള്ള ആളുകൾ ഉണ്ടാണ്. ഞാൻ അനാവശ്യമായിട്ടൊന്നും പറയുന്നില്ല. ഇതിങ്ങനെ മതവും പള്ളിയൊക്കെ നിർമ്മിച്ചത് ഇങ്ങനെ പോകും. വേറെ പടിയൊന്നും ഇല്ലല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ മണ്ണിന്റെ അടിയിൽ പോകും. തന്നെ നിങ്ങള് ഈ പറയുന്ന നോമ്പും പിന്നെ നിസ്കാരമൊക്കെ എടുക്കുന്നത് എന്തിനു വേണ്ടിയാ? താങ്കൾ ഇതിന് അമ്പലത്തേക്ക് എന്തിനാ പോണത്? ഞാൻ അമ്പലത്തിൽ പോകാറില്ല. അമ്പലത്തിൽ പോകാറില്ല എന്നാ ഉണ്ടായിരിക്കുന്ന ഈ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് അടിച്ചു പോ. അല്ല, അപ്പൊ കാര്യമില്ലല്ലോ. ഇത് മതപരമായിട്ടുള്ള കാര്യങ്ങളല്ല സംസാരിക്കണേ. മതപരമായ കാര്യങ്ങൾ മതവിശ്വാസികൾക്ക് മാത്രമല്ല സംസാരിക്കാവുന്നത്. എന്നാ പിന്നെ താങ്കൾ എന്തിനാ ടീച്ചറുടെ ഭാഗത്ത് സംസാരിക്കണ കാര്യം? അതിന്റെ ആവശ്യമില്ലല്ലോ. ടീച്ചറിന്റെ ഭാഗമൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. പിന്നെന്താണ് ടീച്ചർ വരാൻ വെയിറ്റ്, ഇപ്പൊ വരും കട്ട വെയിറ്റിംഗ്. ടീച്ചർ പറഞ്ഞിട്ട് പോയ കാര്യം അല്ല, ടീച്ചർ പറഞ്ഞിട്ട് പോയ കാര്യം പറഞ്ഞതിന് ബണ്ണി എന്തിനാ ഇത്രയ്ക്ക് കിടന്ന് ചൂടാവുന്നേ? ബണ്ണി ഒന്ന് അടങ്ങേ, ഇച്ചിരി സമാധാനപരമായിട്ട് സംസാരിക്കും. നിങ്ങൾ എന്തിനാ ഈ ചൂടാവുന്നത്? ടീച്ചർ പറഞ്ഞിട്ട് പോയത് കേക്ക് പറയുന്നേക്ക്. ടീച്ചർ പറഞ്ഞിട്ട് പോയത് ടീച്ചർ ഇച്ചിരി തിരക്കുണ്ട്, ടീച്ചർ പോയിട്ട് വരാം എന്ന് അവര് പറഞ്ഞു എന്ന് ഹമീദ് ചോദിച്ചപ്പോ ഹമീദിനോടാണ് ഞാൻ പറഞ്ഞത്, ബണ്ണിയോട് പോലും അല്ല. ബണ്ണി പിന്നെ ഇതിനകത്ത് ഏറ്റെടുക്കേണ്ട കാര്യം എന്താ? ബണ്ണി ഇപ്പൊ ഓടിക്കുന്ന പെട്രോൾ വണ്ടിയാണോ? ബണ്ണി പെട്രോൾ വണ്ടിയാണോ ഓടിക്കുന്നത്? ബണ്ണി പോയോ? 2 മിനിറ്റ് വെയിറ്റ് ആക്കാൻ പറ്റും. സന്തോഷം കണ്ടിട്ട് പറഞ്ഞില്ലേ 2 മിനിറ്റ് വെയിറ്റ് പറഞ്ഞില്ലേ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചില്ലേ? അത്രേ ജാനന്ദ ടീച്ചറും ചോദിച്ചുള്ളൂ. 2 മിനിറ്റ് 10 മിനിറ്റ് ആയി പോയി. ചിലപ്പോ അതേ കൂടുതൽ പുള്ളിക്കാരി എടുത്തെന്നിരിക്കും. നിങ്ങൾ അതിനകത്ത് വിഷമിക്കണ്ട. അവര് വന്നിട്ട് പറയാനുള്ളത് പറഞ്ഞോളൂ. ഹമീദ് പോയോ? ഹമീദ് ഇവിടെ ഇരിപ്പുണ്ട്. വണ്ടി ഓടിക്കുന്നത് പെട്രോൾ ഒഴിച്ചിട്ടില്ല, മൂത്രം ഒഴിച്ചിട്ടാണ് വണ്ടി ഓടുന്നത്. പക്ഷെ മൂത്രമാണെങ്കിൽ കൂടുതൽ പെട്രോൾ. മൂത്രം എന്ന് പറയുന്നത് ഒട്ടകത്തിന്റെ മൂത്രമാണോ അതോ? പശുമൂത്രമാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിട്ട് വണ്ടി ഓടും. പശുമൂത്രം ആകുമ്പോ പ്ലൂട്ടോണിയം കാണും. അത് മറ്റേ ഇതാണ്, മറ്റേ ആണവോർജ്ജമുള്ളതാണ്, പൊട്ടിത്തെറിക്കും. ശ്രദ്ധിക്കണം. ഈ അല്ലേ ചോദിച്ച് പെട്രോൾ ഒഴിച്ചിട്ടാണ് വണ്ടി ഓടിക്കണെന്നുള്ളത്? പെട്രോൾ ഒഴിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല. പിന്നെ വിശദീകരണം ചേർന്നോ? എന്റെ പൊന്നു സഹോദര, വണ്ടി പെട്രോൾ ഒഴിച്ച് ഓടുന്ന വണ്ടിയാണോ എന്നാ ചോദിച്ചത്, അല്ലാതെ പെട്രോൾ ഒഴിച്ചിട്ടാണോ എന്നല്ല. കാരണം വാഹനങ്ങൾ പലതരമുണ്ട്. ഇപ്പൊ LPG ഓടുന്നതുണ്ട്, LNG ഓടുന്നതുണ്ട്, അതേപോലെ ബാറ്ററിയിൽ ഓടുന്നുണ്ട്, ഡീസലിൽ ഓടുന്നുണ്ട്, പലതരം ഫ്യൂലിൽ ഓടുന്നുണ്ട്. അപ്പൊ ഇതൊരു ഫ്യൂലായിട്ട് കൂട്ടിക്ക മൂത്രവും. ഞാൻ എന്റെ മൂത്രം വെച്ചിട്ടാ വണ്ടി ഓട്ടല്. നിങ്ങളുടെ മൂത്രം ഇപ്പൊ നല്ല മൂത്രമാണല്ലോ. ഹരിയായി പുള്ളിയുടെ മൂത്രം റിസർവ് ചെയ്യാനില്ല. നല്ല മൂത്രമാണ്. എനിക്ക് വേണമെങ്കിൽ പറഞ്ഞ ഞാൻ വന്ന് വിളിച്ച. അത് വേണ്ട. നിങ്ങളിപ്പോ വീട്ടിൽ നിങ്ങൾ ഉപ്പ കാണുമല്ലോ, അവർക്കും വണ്ടിയെ കാണുമല്ലോ, അവർക്ക് കൊടുക്ക്. അവർക്ക് കൊടുത്തിട്ട് അവരുപയോഗിച്ചു. അതായത് നോമ്പ് കാലത്ത് ഹോട്ടലൊക്കെ അടച്ചിടുകയാണ്. അതിനെതിരെ ഒരു പ്രതിഷേധ പ്രകടനമാണ്. എല്ലാവരും സഹകരിക്കാം. കാരണം ഇതൊരു മനുഷ്യന്റെ ജീവന്റെ പ്രശ്നമാണല്ലോ. അതെ 1000 ജനങ്ങള് മരിച്ചു പോവാണ്. അപ്പൊ നമ്മളത് നോക്കണം, ശ്രദ്ധിക്കണം. നടപടി എടുക്കണം. നമ്മള് സമരം ചെയ്യണം. അമിതാക്കാൻ നമുക്ക് സമരം ചെയ്യാം. മുസ്ലിം ഭൂരിപക്ഷം അവിടെ ഇത്ര ആളുകൾ മരിച്ചു പോകുന്നത് ശ്രദ്ധിക്കണം. എത്ര ആളുകളെ മരിച്ചു പോകണം, നമുക്ക് സമരം ചെയ്യണം. എത്രയും പെട്ടെന്ന് ഇത്
റെഡിയാക്കണം, ഫറവാക്കണം, നിർബന്ധമാക്കണം. അതെ അതെ, സൗദി സൂണന്റെ പേര് തന്നെ അത് നടക്കണം. വെട്ടിയാർക്കൊന്നും പെരീന്ന് ചോറ് കിട്ടുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് ഒരു മാസം മാത്രം പുറത്തിറങ്ങി ഹോട്ടലിൽ തന്നെ ഭക്ഷണം കഴിക്കണം നിർബന്ധമാണ്. അതെ അതെ അതെ. ഹമീദ, വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പിന്നെ നമ്മുടെ സൗദി സൂണൻ പിന്നെ വീരകഥകളെന്ന് പറ. ഇപ്പൊ ചോദിക്കും വീരകഥകളെന്ന് ഇപ്പൊ നടക്കുന്ന വീരകഥകളൊക്കെ പറയും. ഹമീദ് പടയ്ക്കാതെ ചോദിക്കട്ടെ, സൗദി സൂണനെ കുറിച്ച് എന്താ പിന്നെ ഹമീദിന്റെ അഭിപ്രായം പറ. ജീവിച്ചിരിക്കണ്ടല്ലോ, അതിന്റെ അഭിപ്രായം പറയും. അവര് സുഖമാണ്, അവർക്ക് സുഖമാണ്. സൗദി സൂണല്ലേ മരിച്ചുപോയി, അവര് മരിച്ചുപോയി. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ച് സംസാരിക്കൂ. നീ എന്റെ അച്ഛനെ കുറിച്ച് സംസാരിക്കൂ, നിന്റെ അച്ഛനെ കുറിച്ച് സംസാരിക്കൂ, അവരൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ച് സംസാരിക്കൂ, അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യൂ, മരിച്ചുപോയവരെ കുറിച്ച് സംസാരിക്കാം. അത് നീ സംസാരിക്കണം. അത് നീ എനിക്ക് മതമില്ലല്ലോ, നിനക്ക് മതമുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പ്രത്യയശാസ്ത്രം ഇല്ലാത്ത ഒരാളാണ് നീ അല്ലേ? അപ്പൊ സ്വന്തം അമ്മയെ പണിയാലും ഒരു പ്രശ്നമില്ല. ഉണ്ടോ? നിന്റെ അങ്ങനെ എന്തെങ്കിലും തെറ്റുണ്ടോ? അത് മമ്മദ് ചെയ്തതല്ലേ? അത് മമ്മദ് ചെയ്ത മതമില്ല എന്ന് പറയുമ്പോ അവിടെ ഇൻസെന്റ് തെറ്റോ ശരിയോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഉണ്ടോ? വ്യക്തിയാരതിന് മറുപടി എന്തിന്റെ മറുപടി പറയും. ഞാൻ ചോദിക്കുന്നത് കൃത്യമായി എങ്ങോട്ട് മാത്രം ചോദ്യം പോലല്ല, അങ്ങോട്ട് ഒരു സ്വാതന്ത്ര്യം ചെയ്യുന്നതിന് ഇൻസെസ്റ്റ് എങ്ങനെ തെറ്റാവുക അത് പറയും. പറയൂ, പിന്നെ പറയൂ, ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, താങ്ക് യു. മ്യൂട്ട് ചെയ്തിരിക്കും. ഇൻസെസ്റ്റ് തെറ്റാകുന്നത് അത് സയന്റിഫിക് റീസൺ കൊണ്ടാണ്. കാരണം ഒരേ ബ്ലഡ് റിലേഷനിലുള്ള ആളുകള് ബന്ധപ്പെട്ട് അതിൽ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് പലതരത്തിലുള്ള ജനിതക രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യനടക്കമുള്ള 90% ജീവികളും ഈ പറയുന്ന രക്തത്തിൽ തന്നെ സ്വന്തം പിന്നെ സഹോദരങ്ങളോടോ അല്ലെങ്കിൽ ഈ പറയുന്ന മാതാപിതാക്കളോടോ ഒപ്പം ഇണചേരില്ല. അത് സയന്റിഫിക് റീസണാണ്. അതേ റീസൺ കൊണ്ട് തന്നെ ഞാനും ചെയ്യുന്നില്ല. ഓക്കെ, നല്ല ഉത്തരമാണ്, വളരെ നല്ല ഉത്തരമാണ്. അപ്പൊ സയന്റിഫിക് റീസൺ ആണ്. കുട്ടികൾ ഉണ്ടായാല് പ്രശ്നമാണ്. അപ്പൊ കുട്ടികൾ ഉണ്ടാവാൻ നമുക്ക് നിരോധകം ഉപയോഗിച്ചിട്ട് ചെയ്തുകൂടെ? അവിടെ കുട്ടികൾ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഇന്ന് ഒരുപാട് ഒരിക്കലുമല്ല. കാരണം ഞാൻ പറഞ്ഞുതരാം. ഹമീദ് പഠിച്ച് വളർന്ന് ചെയ്തു വന്ന സാമൂഹ്യ സാഹചര്യങ്ങളിലല്ല ഞാൻ ജനിച്ചു വളർന്നത്, പഠിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ ഹമീദ് സ്വന്തം മാതാപിതാക്കളോടും സഹോദരങ്ങളോടും താല്പര്യത്തോടും മക്കളോടും ഇണചേരുന്നത് പോലെ എനിക്ക് പറ്റില്ല. ഇവിടെ സാമൂഹ്യ സാഹചര്യമില്ല, സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മനസ്സിലായി? വെട്ടിയാർ ശ്രദ്ധിച്ച് കേൾക്കണം. സ്വതന്ത്ര ചിന്തയിൽ ഇൻസിസ്റ്റ് എങ്ങനെ തെറ്റാവും എന്നുള്ളതായിരുന്നു ചോദ്യം. അല്ലാണ്ട് ഞാൻ സാമൂഹ്യ സാഹചര്യം, യൂറോപ്പിലെ സാമൂഹ്യ സാഹചര്യം അതല്ല ഇവിടെ വിഷയം. ആ സ്വാതന്ത്ര്യം എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ കുട്ടികൾ ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് ബാധിക്കും എന്ന കൺസെപ്റ്റ്. അല്ല, കുട്ടികൾ നിരോധം ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ആയിക്കൂടെ എന്ന ചോദ്യം. അത് ഹമീദിന്റെ ധാരണയാണ്. അതവര് കോണ്ട ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകാനുള്ള സാഹചര്യം കുറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഉണ്ടാകാനുള്ള സാധ്യത തീർത്തും ഇല്ലാതാകത്തില്ല. ഓക്കെ, രണ്ടാമത്തെ രണ്ട് കൊണ്ടിട്ടോ നീ രണ്ട് കൊണ്ടിട്ടോ. എന്റെ പൊന്ന് ഹമീദ പണ്ടത്തരം പറയാം. ഞാൻ മറുപടി പറയാം. പക്ഷെ ഒരു മിനിറ്റ്, നീ സ്വാതന്ത്ര്യത്തിന് മറുപടിയാണ്. അല്ലെ കേരളത്തിന്റെ സംസ്കാരം എടുത്തിട്ട് വേറെ എന്റെ പൊന്നു മോനെ നിന്റെ തീട്ട പുസ്തകത്തിന് ആദ്യം പറയുന്നത് പോലെയല്ല സ്വാതന്ത്ര്യം. നിന്റെ ഒരു ചോദ്യമല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. എന്തിന് നിന്നോട് മ്യൂട്ടാക്കാൻ പറഞ്ഞ മ്യൂട്ട് ചെയ്യാത്ത ഞാൻ മറുപടി പറയല്ലേ? ഞാൻ വിഷയത്തിലാണ് സംസാരിക്കുന്നത്. ഞാൻ വിഷയത്തിലാണ് സംസാരിക്കുന്നത്. നീ അത് മ്യൂട്ട് ചെയ്യാൻ പറയുന്നത് മ്യൂട്ട് ചെയ്യും. ഒരാൾ സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ?
അതായത് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് നീ വിചാരിക്കുന്നത് പോലൊരു സംഗതിയല്ല. ഇപ്പൊ എവിടെ വേണമെങ്കിലും കയറി ഫിക്സ് ചെയ്യാവുന്ന ഒരു സംഗതിയല്ല. നീ വിചാരിക്കുന്നത്, നീ പറയുന്നത് നിന്റെ ഖുറാനും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണ്. ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ നീ ഉത്തരം പറഞ്ഞ ഞാൻ ചോദ്യം ചോദിക്കും. സ്വതന്ത്ര ഇന്ത്യയിൽ അങ്ങനെ എവിടെയും കയറി സെറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് എവിടെ പറഞ്ഞിട്ടുള്ളത്? ഹമീദ് പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? അതൊന്നും അല്ല, സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ച പുസ്തകത്തിലുള്ള കാര്യങ്ങളല്ല പറയുന്നത്. വെട്ടിയാറാണ് ഇവിടെ വിഷയം സംസാരിക്കുന്നത്. ശരി, ഞാനും സ്പീക്കേഴ്സ് പാനലിലുള്ള മോഡറേറ്റർ തന്നെയാണ്. ഹേ, ഇവിടെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരു ഗ്രൂപ്പാണ്, ഈ ഗ്രൂപ്പിലാണ് ചർച്ച നടക്കുന്നത്. അല്ലെങ്കിൽ വെട്ടിയാറ് പറയട്ടെ, ഞങ്ങൾ എല്ലാവരും മോഡറേറ്ററാ. ഹമീദും വെട്ടിയാരല്ല സംസാരിക്കട്ടെ. അമിതേ, അല്ല വെട്ടിയാറ് കഴിഞ്ഞിട്ട് നീ പറഞ്ഞ കുറച്ച് പ്രശ്നമുണ്ട്. അത് അല്ല, മോഡ് ചെയ്യണ്ട, ഞാനതിന്റെ ഫിലോസഫി ആയിക്കോട്ടെ അതൊക്കെ ഞങ്ങള് ഹമീദ് അതില്ലേ വെട്ടിയാറ് മറുപടി വെട്ടിയാറാണല്ലോ പിന്നെ നെഞ്ഞത്ത് കിടത്തത്. ഞാൻ ഒരു മിനിറ്റ് ഹമീദെ, ഒറ്റ മിനിറ്റ്. ഞങ്ങൾ തീരുമാനിക്കും ആര് മോഡാവണം വേണ്ടെന്നുള്ളത്. ഞങ്ങളുടെ ക്ലബ്ബാണ്, ഞങ്ങൾ തീരുമാനിക്കും. അത്രേ ഉള്ളൂ. വേണ്ട. അല്ല, നിങ്ങൾ അതിനകത്ത് അഭിപ്രായം പറയൊന്നും വേണ്ട. നിങ്ങള് ബാക്കിയുള്ളവര് സംസാരിക്കാനായിട്ടുള്ള അവസരം കൊടുക്കാന്നുള്ള സാമാന്യ മര്യാദ കാണിക്കാന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ ഒരു കാര്യം സംസാരിക്കുമ്പോ ഞാനൊക്കെ ഒരു സെക്കൻഡ്, അതെ വെട്ടിയാറാണ് ഈ വിഷയം സംസാരിക്കേണ്ടത്. വെട്ടിയാറാണ് വിഷയങ്ങളുണ്ട്. നമ്മൾ ഒരു ചോദ്യം ചോദിച്ചുള്ളൂ. അല്ല വെട്ടിയാറ് പറയട്ടെ, വെട്ടിയാറ് വലിയ ലോകയ്ക്ക് വന്ന ആളല്ലേ. ഞാൻ കേട്ടു, അതുകൊണ്ട് തന്നെ ഞാൻ വെട്ടിയാറ് സംസാരിച്ചു. അല്ല, എല്ലാരും സംസാരിക്കട്ടെ. ഹമീദിന്റെ ഉത്തരം വെട്ടിയാറ് തന്നോട്ടെ. നിങ്ങൾ റാഷണലി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച പോലെ ഈ സ്പെസിഫിക് കണ്ടീഷനിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. ഒരു ലോങ് ലോസ്റ്റ് ആയിട്ടുള്ള ബ്രദറും സിസ്റ്ററും അവരറിഞ്ഞിട്ടില്ല, അവർ ഓർഫനേജിൽ വെച്ചതാണ്. രണ്ടുപേരും ഇങ്ങനെ അഡോപ്ഷന് പോയിട്ട് വളർന്നതാണ്. ഇവര് ബ്ലഡ് റിലേറ്റഡ് സിബ്ലിങ്സ് ആണെന്ന് അറിയാതെ വിവാഹം കഴിച്ച് കുട്ടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ റാഷണൽ ആയിട്ട് ഈ കേസുകൾ നോക്കുമ്പോൾ ഇവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ജനറ്റിക് ഇത് പ്രോബ്ലംസും കണ്ടിട്ടില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാലേ വളരെ റാഷണൽ ആയിട്ട് കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഇത് നിങ്ങൾ ഈ ഭയങ്കര റാഷണാലിറ്റി എടുത്ത് വെക്കുന്ന സമയത്താണ് ഇൻസെസ്റ്റിന് റാഷണലി പ്രശ്നമൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ വെസ്റ്റർമാർക്ക് എഫക്ട് എന്ന് പറഞ്ഞ ഒരു എഫക്ട് ഉണ്ട് സൈക്കോളജിയിലുള്ള. നമ്മൾ പ്യൂബർട്ടി എത്തുന്നതിന് മുമ്പ് ഡീസെൻസിറ്റൈസ്ഡ് ആയിരിക്കുന്ന, അതായത് പ്യൂബർട്ടി എത്തുന്നതിന് മുമ്പ് ഒരുമിച്ച് വളരുന്ന ആൾക്കാരും പാരന്റ്സിന്റെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ സെക്ഷലി ഡീസെൻസിറ്റൈസ്ഡ് ആവും. അത് നാച്ചുറലി പ്രകൃതിയിൽ വരുന്നതുകൊണ്ട് ഇൻസെസ്റ്റ് അങ്ങനെ പ്രകൃതി പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ചോദിച്ചത് എക്സ്ട്രീം കേസ് ആണ്, അങ്ങനെ ചെയ്താൽ എന്താന്നുള്ളത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റാഷണലി എതിർക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് കുറച്ചുകൂടി ഒരു സാമൂഹികമായിട്ടുള്ള റാഷണാലിറ്റി കൊണ്ടുവരേണ്ടത്. കൾച്ചറലി ഇപ്പൊ ഡാർവിന് മറ്റേ റിച്ചാർഡ് ഡോക്കിൻസ് ഒക്കെ പറയുന്ന പോലെ കൾച്ചറൽ ക്രിസ്ത്യൻ ആണെന്നാ പുള്ളി പറയുന്നത്. നമുക്ക് കറണ്ട് ആയിട്ട് ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ ഇത് മതമായിട്ട് ബന്ധമില്ല കേട്ടോ. കാരണം എല്ലാ മതങ്ങളും മതമില്ലാത്ത ആൾക്കാരും ഒക്കെ ഇങ്ങനത്തെ സിസ്റ്റംസ് ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോ കറണ്ട്ലി വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം അച്ഛൻ, അമ്മ, മക്കൾ, സിബ്ലിങ്സ്, ഈ റിലേഷൻഷിപ്പിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് റോൾസ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ സാധനം കൾച്ചറലി നമുക്കിപ്പോ യൂസ് ചെയ്യുന്നതും ഹൈലി ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിനെ ഒറ്റയടിക്ക് ഡീസ്റ്റേബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും നമുക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് പല ടൈപ്പ് മാരേജ് ഉണ്ട്. ഹിമാലയത്തിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ട്രൈബ് 2 ബ്രദേഴ്സ് ഒരു പെണ്ണെ കല്യാണം കഴിക്കും. ആഫ്രിക്കയിലൊക്കെ ചില ട്രൈബ്സിൽ ഒരു സ്ത്രീ തന്നെ പല പുരുഷന്മാരെയും വിവാഹം കഴിക്കും. സിബ്ലിങ്സ് അവരുടെ കുട്ടികൾ ആരാന്നൊന്നും അറിയില്ല. ഇതൊക്കെ പല സിസ്റ്റംസ് ഉണ്ട്. അത് സ്റ്റേബിൾ ആയിട്ടുള്ള സിസ്റ്റംസ് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളൊക്കെ റാഷണാലിറ്റി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരാണ്. കൾച്ചറലി നമുക്ക് സംസ്കാരം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് നിങ്ങൾ മതത്തിൽ നിന്ന് വന്നു അങ്ങനത്തെ രീതിയിൽ എടുക്കുന്നതിന് പകരം എല്ലാവരും ഇൻഡിപെൻഡന്റ്ലി ഇങ്ങനത്തെ ഒരു കൾച്ചറിൽ വന്ന് ഇപ്പൊ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ഇത് നമ്മൾ കാലക്രമേണ നമ്മൾ റാഷണാലിറ്റി വെച്ചിട്ട് പല രീതിക്ക് മാറാം. ഇപ്പൊ പോളിയമോറസ് കപ്പിൾസ് ഒക്കെ വരുന്നുണ്ട്, മോണോഗമസ് അല്ലാത്ത കപ്പിൾസ് ഒക്കെ വരുന്നുണ്ട്. കറന്റ്ലി കൾച്ചറലി ഈ സാധനം നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൾച്ചറൽ പ്രശ്നങ്ങളും നമുക്ക് റോൾസ് അറിയാതെ പോകുന്നൊക്കെയുള്ള സാമൂഹികമായിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥ വരുന്നത് കൊണ്ട് നമ്മൾ ഇൻസെസ്റ്റിനെ കൾച്ചറലി എതിർക്കുകയാണ് ചെയ്യുന്നത്. അത് ആ ഒരു കേസ് ബൈ കേസ് എടുത്തിട്ട് ആ ബ്രദർ സിസ്റ്റർ നോക്കിയാൽ അവരവിടെ എതിർക്കാനുള്ള റാഷണാലിറ്റി നമുക്കില്ല.
ഓക്കെ ഓക്കെ, അതായത് കൾച്ചറലി ആയതുകൊണ്ട് അത് എതിർക്ക നമ്മൾ ഇല്ലാതാക്കണം എന്നാ പറഞ്ഞത്. ഓൾറെഡി മതപരമായിട്ട് ഞങ്ങൾക്ക് ഇല്ല. ഇവിടെ നമ്മൾ സ്വാതന്ത്ര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ തീരുമാനത്തിനോ അല്ലെങ്കിൽ രണ്ട് വ്യക്തിയുടെ തീരുമാനത്തിനോ മറ്റൊരാൾക്കെതിരെ നിൽക്കാൻ പറ്റില്ല. സ്വതന്ത്രമായിട്ട് ചിന്തിക്കുക എന്ന് മാത്രമല്ല, സ്വതന്ത്രമായിട്ട് ജീവിക്കുക എന്ന് കൂടിയാണ് സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെ ഒരു വ്യക്തി തീരുമാനിക്കുകയാണ് ഇവിടെ മുമ്പ് നേരത്തെ താങ്കൾ പറഞ്ഞു, മുമ്പ് ഇവിടെയുള്ള കൾച്ചർ, ആദിവാസി കൾച്ചറിൽ 4 പുരുഷന്മാർ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ വെങ്കല സിനിമത്തിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. യൂറോപ്പിലും പല നാടുകളിലും പല പ്രദേശത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ആ വ്യക്തി എടുക്കുന്ന തീരുമാനത്തിന്റെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്വതന്ത്ര ഇന്ത്യയെ എതിർക്കാൻ പറ്റുക? ഇതാണ് എന്റെ ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആവശ്യം. അതായത് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ സത്യം പറഞ്ഞ റാഷണാലിറ്റി ഫിലോസഫിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊന്നും പേഴ്സണലി എതിർക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിന് കാരണമില്ല. കൺസാങ്കുനസ് മാരേജിൽ ഇൻബ്രീഡിങ് വരുന്നതിനാണ് നമ്മൾ എതിർക്കുന്നത്. അത് എതിർക്കുന്ന വെച്ചാൽ അതിന് ആക്ച്വൽ റാഷണൽ റീസണിങ് ഉണ്ട്. അല്ലാത്ത പക്ഷം ഇതിൽ വേറെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പേഴ്സണലി ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ കേസ്, ഇത് മോറലി ഫിലോസഫിയിലൊക്കെ കുറെ ചർച്ച ആയിട്ടുള്ള വിഷയമാണ്. ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്, നിങ്ങൾ മോറൽ ഫിലോസഫി ഒക്കെ നോക്കിയാൽ കാണും. അപ്പോഴാണ് ഈ റിച്ചർഡ് ഡോക്കിൻസ് ഈ ജെൻഡർ പൊളിറ്റിക്സിലൊക്കെ ഇങ്ങനെ എക്സ്ട്രീമിറ്റീസ് വരുന്നതുകൊണ്ടാണ് കൾച്ചറൽ ക്രിസ്ത്യാനിറ്റി പുള്ളി എടുത്തത്. നമുക്ക് ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഒരു സോഷ്യൽ ഫാബ്രിക്കിൽ ഇതല്ലാതെ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ എങ്ങനെ കുട്ടികളെ വളർത്തും, എങ്ങനെ റിലേഷൻഷിപ്സ് ഡിഫൈൻ ചെയ്യുന്നു നമുക്കിപ്പോ അറിയില്ല. അതുകൊണ്ട് നമ്മൾ കൾച്ചറലി ഇൻസെസ്റ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നാച്ചുറലി തന്നെ വെസ്റ്റർമാർക്ക് എഫക്ട് കാരണം ഇൻസെസ്റ്റ് വരില്ല. അതിന് വളരെ വളരെ സാധ്യത കുറവാണ്. പക്ഷെ കൾച്ചറലി ഇതിപ്പോ വേറെ പല സിസ്റ്റംസും, ഞാൻ അതാ പറഞ്ഞു, ഈ ആദിവാസികളിലൊക്കെ വേറെ സിസ്റ്റംസ് ആണ്. നമ്മുടെ സമൂഹം, ഇപ്പൊ ഞാൻ നിങ്ങളൊക്കെ നിൽക്കുന്ന ഈ സമൂഹത്തില് ഇങ്ങനത്തെ ഇപ്പൊ കസിൻ മാരേജ് എന്ന് പറഞ്ഞ സാധനം പണ്ട് ഭയങ്കര പോപ്പുലർ ആയിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പൊ കസിൻസ് തന്നെ ഈ വെസ്റ്റർമാർക്ക് എഫക്റ്റ് എന്നുള്ള ബോധ്യം വന്ന ശേഷം അവര് തന്നെ തമ്മിൽ ഈ സാധനം തഴയുന്നുണ്ട്. ഇത് വളരെ കുറഞ്ഞു വരുന്നുണ്ട് അതിന്റെ പ്രാബല്യം. പണ്ട് അമ്മാവന്റെ മോളെ കെട്ടുന്ന പരിപാടി ഉണ്ടായിരുന്നു, അതേപോലെ തമിഴ്നാട്ടിൽ അമ്മാവനെ തന്നെ കെട്ടുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇതൊക്കെ ജനറ്റിക്കലി വരുന്ന കുട്ടികൾക്ക്, ബ്രീഡിംഗിൽ വരുന്ന കുട്ടികൾക്ക് പ്രശ്നമുണ്ടെന്ന് ബോധ്യം വന്ന ശേഷം ഡിസ്കറേജ്ഡ് ആയിട്ട് വരുന്നുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ ആക്ച്വലി സിബ്ലിംഗ് ഇൻസെസ്റ്റിനൊക്കെ സർവേ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇത് ഏതൊരു സർവേയിൽ 40% ഒക്കെ കുട്ടികൾ സിബ്ലിംഗ്സ് ആയിരിക്കുമ്പോൾ കസിൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സെക്ഷലി എക്സ്പ്ലോർ ചെയ്യുന്നുള്ളതിന് സ്റ്റഡി ഒക്കെ ഉണ്ട്. ഈ സമൂഹത്തിലുണ്ട്. പക്ഷെ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കൾച്ചറലി പ്രോത്സാഹിപ്പിക്കാൻ പറ്റൂല. കാരണം ഇത് നമ്മൾ ഈ സിസ്റ്റം തകർന്നു പോകും. നമുക്ക് എല്ലാവർക്കും ഓരോ സ്ട്രക്ചറും സിസ്റ്റംസും വേണ്ടേ. ഈ ജെൻഡർ പൊളിറ്റിക്സിന്റെ എക്സ്ട്രീമിറ്റി ആണെങ്കിലും ഇങ്ങനത്തെ സെക്ഷൽ ആയിട്ടുള്ള ഇൻസെസ്റ്റിന്റെ ടോപ്പിക്സ് ആണെങ്കിലും നമ്മൾ ഇപ്പൊ ആക്റ്റീവ്ലി ഡിസ്കറേജ് ചെയ്യാന്നുള്ളത് നമുക്ക് പറ്റുള്ളൂ. ബിക്കോസ് വി ഡോണ്ട് ഹാവ് ഓൾട്ടർനേറ്റീവ്സ് ഇൻ പ്ലേസ്. അതുകൊണ്ട് ഈ നാച്ചുറലി ഉള്ള സൈക്കോളജിക്കൽ വെസ്റ്റർമാർക്ക് എഫക്റ്റും കൾച്ചറേയും നമ്മൾ ഇതിനെ ഡിസ്കറേജ് ചെയ്യുന്നു. അതാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. വളരെ നല്ല ഉത്തരമാണ്. അതായത് ഒരു കൾച്ചറിൽ നമ്മളിത് ചെയ്യുന്നില്ല. ഈ കൾച്ചർ രൂപീകരിക്കാൻ മതങ്ങൾക്ക് വലിയ പങ്കുണ്ട് കേട്ടോ. മതമില്ലാത്തവന് ഒരു പങ്കുമില്ല. സ്വതന്ത്ര ഇന്ത്യന് യാതൊരു പങ്കുമില്ല ഇങ്ങനെയുള്ള ഒരു കൾച്ചർ കൊണ്ടുവരാൻ. സ്വാതന്ത്ര്യത്തിന് ആകെ പറയാന് ഉള്ളൊരു പങ്ക് എന്താ വെച്ചാൽ മെഡിക്കലി അത് പ്രശ്നമാണ്. കുട്ടികൾക്ക് ജന്മനാ പ്രശ്നം അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് മാത്രം അവർക്ക് എന്ത് ചെയ്യാം, അത് മെഡിക്കലി അത് പ്രശ്നമാണ്. അത് കറക്റ്റ് ആണ്. അതിൽ തന്നെ അതില് ജസ്റ്റ് ആഡ് ചെയ്യാം. ഇതെന്താ അറിയോ, ഇത് നിങ്ങൾ എടുത്തിട്ട് മതമാണ് കൾച്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ നമ്മളിപ്പോ ഈ റൂമിൽ എല്ലാവരും പരസ്പര ബഹുമാനം കൊടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടാ ചേച്ചി എന്നൊക്കെ വിളിക്കും, സഹോദര ബന്ധമൊക്കെ വരും. ഇത് മതമില്ലാത്തവർക്ക് പോലും ഈ കൾച്ചറലി ഉണ്ടായ കൺസ്ട്രക്ട് യൂസ് ചെയ്യാം. ഇത് പുരോഗമിക്കുക ചെയ്യുന്നത്. അതായത് ഒരു കാലത്ത് ഈ മതവിശ്വാസങ്ങളും എല്ലാവർക്കും ഉപയോഗം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇസ്ലാമിന്റെ സ്ട്രക്ചറും ശരിയാ ലോ ഒക്കെ നോക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത്, ഞാൻ ഇതൊക്കെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് പറയാട്ടോ, സ്ത്രീകളെ തന്നെ തട്ടിക്കൊണ്ടുപോയി എല്ലാ സ്ഥലത്തും സ്ത്രീകൾ ഒരു വോർ ഗുഡ്സ് പോലെ കരുതിയിരുന്ന കാലത്ത് സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അന്നത്തെ സാധനം റെലവെന്റ് ആയിരിക്കാം. അപ്പൊ നിങ്ങൾ എവിടെ നോക്കിയാൽ, കാരണം സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാൻ നിയമവ്യവസ്ഥിതികളോ കാര്യങ്ങളോ ഇല്ല. പുരുഷന്മാരെ ഏത് സ്ത്രീനെ അപഹരിച്ചു പോയി ബലാത്സംഗം ചെയ്യുന്ന അവസ്ഥകളുള്ളായിരുന്നു ലോകത്ത് മുഴുവൻ. അപ്പോ സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യണമെന്നും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അന്നത്തെ സംസ്കാരവും സമകാലീന രാഷ്ട്രീയങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ സാധനങ്ങൾ അന്ന് വന്നിട്ടുണ്ടാവും. അതെല്ലാം പുരോഗമിക്കുന്നു. ഇപ്പൊ ഇന്ന് എന്തുകൊണ്ട് ഇപ്പൊ എനിക്ക് ഒരു സ്ത്രീയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി, ഞാനൊരു പുരുഷനാണ് എടുക്കണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല. എനിക്കൊരു സിറ്റിസൺ ആയിട്ട് നിന്നാൽ മതി. പുരോഗമിച്ചു, ഫെമിനിസം വന്നു, നമ്മുടെ ചിന്തകൾ മാറി. ഞാൻ ജനിച്ച സമയത്തും ഞാൻ വളരുന്ന സമയത്തും എന്റെ ചിന്തകൾ അങ്ങനെ ആയിരുന്നില്ല. സ്ത്രീ ഇങ്ങനെയാണ്, സ്ത്രീ ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു. അത് മാറി. അതുപോലെ മതത്തിൽ നിന്ന് കിട്ടിയ ഫാമിലി സിസ്റ്റംസ് ഇവരെല്ലാവരും ചെറിഷ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് അതിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ഇവര്. പക്ഷെ മതം അതായത് ഒരു ദൈവത്തിന്റെ ഇതിൽ നിന്നും ആ റൂൾസിന്റെ സാധനങ്ങളും വേണ്ട, ഇതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൾച്ചറലി യൂസ് ചെയ്യാന്ന് ഇവർ തീരുമാനിച്ച വ്യക്തികളാണ്.
നിങ്ങൾ പറഞ്ഞ പോലെ ഇത് എന്താ വെച്ചാൽ നമ്മുടെ ഹിസ്റ്ററി ഇത് മതമില്ല ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ പുരോഗമിച്ച് വരുന്നതല്ലേ. അങ്ങനെ ഇവർ യൂസ് ചെയ്യുന്നു. ഇനി മതത്തിന്റെ ആവശ്യമില്ല എന്ന് കരുതുന്നതാണ് ഇവര്. പക്ഷെ ഇവര് ഫാമിലി സിസ്റ്റവും കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ എടുക്കുന്നുണ്ട്. അതവർക്ക് എടുക്കാമല്ലോ. അവരെന്ത് വേണം, അവർക്ക് എങ്ങനെ നല്ല രീതിക്ക് ജീവിക്കാന്ന് അവർ ചിന്തിച്ച് യുക്തിപരമായിട്ട് അവർ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അത് കൾച്ചറലായിട്ടാണ് ഇപ്പൊ എടുക്കുന്നത്. മതത്തിൽ നിന്ന് വന്ന പല ആശയങ്ങളും തന്നെ നമ്മൾ കൾച്ചറിൽ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഹമീദിക്കാന്നല്ലേ വിളിച്ചത്, എനിക്ക് എന്റെ കൾച്ചറൽ ഫാബ്രിക് കിട്ടിയതാ, നമ്മൾ എടുക്കുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു വാസ്തവം. അങ്ങനെ ഇത് പുരോഗമിച്ച് വരികയാണ്. മതം തന്നെ വേണമെന്നില്ല, മതം മോഡിഫൈ ആയല്ലോ, നമ്മൾ ഇംപ്രൂവ് ചെയ്യാണ്, നമ്മൾ റാഷണലി മുന്നോട്ട് പോവുക. അച്ഛൻ ഈ പറഞ്ഞതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പോ വ്യക്തി സ്വാതന്ത്ര്യം വെച്ച് ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ ഞാൻ താല്പര്യമില്ല എന്ന് പറയാൻ പറ്റും. കാരണം മതത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ജപ്പാനിൽ, കൊറിയയിലൊക്കെ ജനസംഖ്യ വളരെ വേഗം കുറയുന്നുണ്ട്. യൂറോപ്യൻ കൺട്രീസിലും വളരെ വേഗം കുറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ ചർച്ച വഴി തെറ്റിച്ച് വേറെ ഒരു രൂപത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണ്. നോക്ക്, ഇൻസെസ്റ്റ് ഹറാമാണ്. മതത്തിലോ ഇൻസെസ്റ്റ് മതം ഉൽപ്പാദിപ്പിച്ച സംസ്കാരമാണ് ഇൻസെസ്റ്റ് കൊണ്ടുവന്നത്, അല്ലേ?